ഒരു മട്ടത്രികോണത്തിലെ മട്ടമല്ലാത്ത കോണുകൾ 1:4 എന്ന അംശബന്ധത്തിലാണ്. കോണളവുകൾ കാണുക. മട്ടത്രികോണം ആയതുകൊണ്ട് നമുക്കറിയാം മട്ടം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ മട്ടം 90 ഡിഗ്രിയാണ്. മട്ടമല്ലാത്ത കോണുകൾ 1:4 ഇത് 1 ഇത് 4 എന്നാണ് പറഞ്ഞത്. ഇത് 1x എന്നും ഇതിനെ നമുക്ക് 4x എന്നും എടുക്കാം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 90 കിട്ടണം. കാരണം ത്രികോണത്തിൻ്റെ കോണളവുകളുടെ തുക 180 ആയതുകൊണ്ട് 180-ൽ 90 ഇതുണ്ട്. ബാക്കി ഇത് രണ്ടും കൂടി 90 കിട്ടണം. 180 മൈനസ് ഈ 90 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? ഇത് രണ്ടും കൂടി, അതായത് 1x-ഉം എത്ര കിട്ടണം? 180 കോണുകളുടെ ആകെ അളവ് 90. അതിലത്തെ ഇത് 90 ഉണ്ട്. അപ്പോൾ ബാക്കി ഇത് രണ്ടും കൂടി എത്ര ഉണ്ടാവണം? 90. അതായത് ഏത് രണ്ടും കൂടിയാ? 1x പ്ലസ് 4x സമം 90 നമുക്ക് കിട്ടണം. 1x-ഉം 4x-ഉം കൂടി, ഈ 1x-ഉം ഈ 4x-ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 90 കിട്ടണം. ബാക്കി ഈ 90-ഉം കൂടി കൂട്ടിയാലാണ് കോണളവുകൾ ത്രികോണത്തിൻ്റെ 180 ആവുക. അപ്പോൾ ഈ 1x പ്ലസ് 4x സമം 90 നമുക്ക് ചെയ്ത് നോക്കാം. 1x-ഉം 4x-ഉം കൂടി കൂട്ടി എത്ര? 5x സമം 90. x സമം 90. ഇവിടെ ഇൻറ്റു 5 ഉള്ളത് ഇവിടെ വരുമ്പോൾ ബൈ 5 എന്നാവും. 90/5. 9-ൽ എത്ര 5? 9-ൽ എത്ര 5? 1 5 5, ബാക്കി 4. 40-ൽ 8 5 40. അപ്പോൾ x സമം 18 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഈ x എന്നുള്ളത് 18 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ കോണിൻ്റെ അളവ് 18 ഡിഗ്രിയാണ്. ഇനി മറ്റേ കോണിൻ്റെ അളവ് എത്രയപ്പോൾ? x 18 ആണെങ്കിൽ 4x സമം 4 × 18 എത്ര കിട്ടും? 4 8 32-ന് 2 ബാലൻസ് 3, ഒരു 4 4 3 7 72 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 72 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിത് ശരിയാണോ നോക്കാം. അതായത് 90-ഉം 18-ഉം 72-ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അത് കിട്ടുന്നുണ്ടോ നോക്കാം. 90 പ്ലസ് 18 പ്ലസ് 72 സമം 8-ഉം 2-ഉം 10-ന് 0, ബാക്കി 1 1 7 8 1 9 9-ഉം 18 180 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ്. അവിടെ ചോദ്യം എന്താ? നമ്മുടെ 1:4 എന്ന അംശബന്ധത്തിലാണ് കോണളവുകൾ കാണുക. കോണളവുകൾ എങ്ങനെയാണ്? നമുക്ക് ഈ കോണുകൾക്കൊക്കെ പേര് കൊടുക്കാം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. അപ്പോൾ ബി നമുക്ക് ആദ്യം തന്നെ അറിയാം. കോൺ ബി സമം മട്ടകോണായതുകൊണ്ട് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺ എ സമം ഏതാ നമ്മൾ എടുത്ത അളവ്? എക്സ് എന്നെടുത്തു. എക്സ് സമം എത്രയാ? 18 ഡിഗ്രിയാണ്. കോൺ സി സമം നമ്മൾ എത്ര എടുത്തായിരുന്നു? 4x എന്നെടുത്തു. 4x സമം 72 ഡിഗ്രി. ഇതാണ് കോണങ്ങളുടെ അംശബന്ധം.